26 ലോക്സഭാ സീറ്റുകളുള്ള ഗുജറാത്തിൽ 2014-ലും 2019-ലും BJP മുഴുവൻ സീറ്റുകളും നേടിയെടുത്തിരുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി CR പാട്ടീൽ വിജയിച്ചത് ഗുജറാത്തിൽ നിന്നാണ്. അതായത് ഗുജറാത്തിൽ കോൺഗ്രസിന് കിട്ടിയത് 30% വോട്ട് ഷെയറും BJPക്ക് ലഭിച്ചത് 62% വോട്ട് ഷെയറുമാണ്. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൻ്റെ ഇരട്ടിയിലധികം BJP നേടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യവും അവർ പിടിച്ചെടുത്ത വോട്ടും കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറയ്ക്കുന്നതിനും കാതലായ പങ്ക് വഹിച്ചു എന്നത് പറയേണ്ടി വരും. കാരണം 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 77 സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗുജറാത്തിൽ BJP 100-ന് താഴെ സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് റൂപാണിക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷമാണ് വിജയ് റൂപാണിയെ മാറ്റിക്കൊണ്ട് ഭൂപീന്ദർഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചത്. അദ്ദേഹം അമിത്ഷായുടെ വിശ്വസ്തൻ കൂടിയായിരുന്നു. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ് സഖ്യത്തിന് കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ആം ആദ്മിയും കോൺഗ്രസും പരസ്പര ധാരണയോടുകൂടി മത്സരിക്കുന്നു. അതുമാത്രമല്ല, കോൺഗ്രസ്സിന് സൂററ്റിൽ ഉണ്ടായ അനിഷ്ട സംഭവം, അവിടെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം, ഏകാധിപത്യപരമായിട്ടുള്ള പ്രഖ്യാപനം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിനെ നടത്തുന്നത്. അതായത് BJPയുടെ ഏകാധിപത്യം, തിരഞ്ഞെടുപ്പിൽ പോലും അവിടെ ഏകാധിപത്യ നടപടി, അതായത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത BJPയാണ് നിങ്ങൾ കാണുന്നതെന്നും ഇത് വലിയ രീതിയിൽ ജനങ്ങളോടുള്ള ഭയം മൂലമാണെന്നും നിങ്ങൾ കാണുന്ന യഥാർത്ഥ BJPയുടെ അവസ്ഥയാണിത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ പ്രചരണം നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ജിഗ്നേഷ് മെവാനി അടക്കമുള്ളവർ അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതായത് കോൺഗ്രസ് കൃത്യമായി തന്നെ അനാവരണം ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് തരുന്നത് എന്തുകൊണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഗുജറാത്തിൽ BJPക്ക് വലിയ ആധിപത്യം തന്നെയാണുള്ളത്. എന്നിട്ട് പോലും അവർ എന്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ധൈര്യം കാണിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ അവരുടെ സ്ഥാനാർത്ഥികളെ ഇലക്ഷൻ പോലും ഇല്ലാതെ വിജയിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു?